വെൽക്കം ബാക്ക് ടു PSC ലൈഫ് ടോക്സ്. ഏറ്റവും പുതിയ ഇൻ്റർവ്യൂ ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അതായത് ഫെബ്രുവരി 21 വരെ നടന്നിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്നുള്ള ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയത് ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എവർക്കും യൂസ്ഫുൾ ആകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ആദ്യമായിട്ട് ഇംഗ്ലീഷ് സ്റ്റോറി 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഫസ്റ്റ് പീരീഡ് എടുക്കാനായിട്ട് ഒരു ഇംഗ്ലീഷ് സ്റ്റോറി പറയുക എന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും നമ്മളൊരു പോയം, റൈം ഇതൊക്കെ ഒരുങ്ങിയിരിക്കണം എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഇംഗ്ലീഷ് സ്റ്റോറി ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് എങ്കിലും വളരെ രസകരമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന തരത്തിൽ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. മറ്റൊരു ചോദ്യം, മന്ത്രി ആർ ബിന്ദുവിൻ്റെ അസംബ്ലി ഏതാണെന്ന്. ഇരിഞ്ഞാലക്കുടയാണ് ആർ ബിന്ദുവിൻ്റെ അസംബ്ലി എന്നത്. അത് ചോദിക്കാനുള്ളൊരു കാരണം എനിക്ക് തോന്നുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന നിലയിലായിരിക്കും ചോദിച്ചത്. ഇരിഞ്ഞാലക്കുടയാണ്. അടുത്തതായിട്ട് ഇതിനോടനുബന്ധിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്ന്, ആരാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി എന്നത്. വി ശിവൻകുട്ടിയാണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചതാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലം നേമമാണ് വി ശിവൻകുട്ടിയുടെ അസംബ്ലി എന്ന് പറയുന്നത്. അത് തിരുവനന്തപുരം ജില്ലയിൽ ആണ്. ഇരിഞ്ഞാലക്കുട എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. മറ്റൊരു ചോദ്യം, തൃശ്ശൂർ എന്തുകൊണ്ട് ഒരു സാംസ്കാരിക നഗരമായി അറിയപ്പെടുന്നു എന്നുള്ള ചോദ്യമാണ്. തീർച്ചയായിട്ടും തൃശ്ശൂർ ഇൻ്റർവ്യൂ ഉള്ള കുട്ടിക്കായിരിക്കും ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ലഭിക്കാനായിട്ടുള്ള ഒരു സാധ്യത. എന്തുകൊണ്ടാണ് തൃശ്ശൂർ സാംസ്കാരിക നഗരം എന്നറിയപ്പെടാൻ കാരണം? അതിൻ്റെ കാരണങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യാം. കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് കേരള അല്ലെങ്കിൽ സാംസ്കാരിക നഗരം എന്ന് തൃശ്ശൂർ അറിയപ്പെടാനുള്ള കാരണം, ഒന്നാമത്തേത് ഒരുപാട് ഹെറിറ്റേജ്, ഒരുപാട് സംസ്കാരം അഥവാ ട്രഡീഷൻസ് നിലകൊള്ളുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. ഇതിനോട് ഡീപ്പ് റൂട്ടഡ് ആയിട്ട്, അതായത് നമ്മുടെ തൃശ്ശൂർ എന്ന ഒരു ജില്ലയുമായി ബന്ധപ്പെട്ട് അതിനെ ഡീപ്പ് റൂട്ട് ചെയ്ത് ഒരുപാട് കൾച്ചറൽ അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരുപാട് ട്രഡീഷൻസ് നിലനിൽക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും എടുത്തു പറയാവുന്നതൊന്നാണ് തൃശ്ശൂർ പൂരം എന്നത്. അതിൻ്റെ ഒരു പഴമ, അതിൻ്റെ ഗാംഭീര്യം. മറ്റൊന്ന്, ഒരുപാട് ആൻഷ്യൻ ടെമ്പിൾസ്, ഹീറോയിക് മോണ്യുമെൻറ്റ്സ്, ഇതെല്ലാം തന്നെ ഇവിടെയുണ്ട്. നമുക്കറിയാം ഒരുപാട് കൊട്ടാരങ്ങൾ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരുപാട് ടെമ്പിൾസ്, വടക്കുംനാഥ ടെമ്പിൾ ആണെങ്കിലും കൂടൽമാണിക്യ ക്ഷേത്രമാണെങ്കിലും അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് ടെമ്പിൾസ്, അതുപോലെ തന്നെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഫെസ്റ്റിവൽസിൻ്റെ നാടാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. തൃശ്ശൂർ പൂരം മാത്രമല്ല, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനോടനുബന്ധിച്ച് നമുക്ക് മറ്റുള്ള വ്യത്യസ്തമായ ജാതി മത ഭാഗങ്ങളിൽ നിന്നും അവരും വളരെ വൈബ്രൻ്റ് ആയിട്ട് ആഘോഷങ്ങൾ വളരെ മികച്ച രീതിയിൽ, മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മികച്ച രീതിയിൽ നടത്തുന്ന ഒരു ജില്ല കൂടിയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ട്രഡീഷണൽ ഡാൻസ്, മ്യൂസിക്, റിച്വൽസ്, ഇതിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ് തൃശ്ശൂരിലുള്ളവർ. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, തൃശ്ശൂർ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ആർട്സ് ആൻഡ് ലേണിംഗ്. തൃശ്ശൂർ ഒരുപാട് പ്രോമിനൻ്റ് ആയിട്ടുള്ള കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. നമുക്ക് ഉദാഹരണമായിട്ട് പറയാം, കേരള ലളിതകല അക്കാദമി, അതുപോലെ കേരള സംഗീത നാടക അക്കാദമി, കേരള സാഹിത്യ അക്കാദമി, ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. അതുതന്നെ ഇവ എല്ലാം തന്നെ ഇവിടെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു വളർച്ച, ഇതിനോടനുബന്ധിച്ചുള്ള വളർച്ച, തൃശ്ശൂരിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഇതിനോടനുബന്ധിച്ച് തന്നെ നിലകൊള്ളുന്ന ഒന്നാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ മറ്റൊന്നാണ് ഒരുപാട് ടെമ്പിൾസിനോടൊപ്പം തന്നെ നമുക്ക് ചർച്ച്, മോസ്ക്, ഇതൊക്കെ പറയാം. കൊടുങ്ങല്ലൂരുള്ള മോസ്കുകൾ, അതുപോലെ നമ്മുടെ പുത്തമ്പള്ളി ചർച്ച്, ഇതെല്ലാം തന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻസ് തൃശ്ശൂരിന് നേടിക്കൊടുക്കുന്നു.
മറ്റൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറയാൻ വിട്ടുപോയത് ഗുരുവായൂർ ശ്രീകൃഷ്ണ ടെമ്പിളാണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ദേശങ്ങളിൽ നിന്ന്, പല ജില്ലകളിൽ നിന്ന്, പല സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ്. ഇതെല്ലാമാണ് പെട്ടെന്ന് നമ്മൾ പറയുമ്പോൾ തൃശ്ശൂരിനെ കൾച്ചറൽ ക്യാപിറ്റൽ എന്ന നിലയിൽ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ടുള്ള കാരണങ്ങളായിട്ട് പറയാവുന്നത്. മറ്റൊരു ചോദ്യം മാനവ വിഭവശേഷി മന്ത്രാലയത്തെ പറ്റിയിട്ടാണ് ചോദിച്ചത്. മാനവ വിഭവശേഷി മന്ത്രാലയം ഇപ്പോൾ അറിയപ്പെടുന്ന പേര് വിദ്യാഭ്യാസ മന്ത്രാലയം. NEP 2020 ചേർന്നിട്ടാണ് ഈ പേര് മാറ്റൽ സംഭവിച്ചിട്ടുള്ളത്. അതിലാണ് അവർ നിർദ്ദേശം വെച്ചത്. ആദ്യം വിദ്യാഭ്യാസ മന്ത്രാലയം എന്ന് തന്നെയാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നെ തുടർന്നാണ് MHRD അഥവാ മാനവ വിഭവശേഷി മന്ത്രാലയം എന്ന് പേര് മാറ്റിയത്. വീണ്ടും പഴയ പേരിലേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത്, വിദ്യാഭ്യാസ മന്ത്രാലയം. നമ്മുടെ കേരള എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ ഈ ഒരു വകുപ്പിന് കീഴെയാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. മറ്റൊന്ന് ഈ ക്യൂബിനെ പറ്റിയിട്ടാണ്. ഈ ക്യൂബ് അതുപോലെ ഒരുപാട് പ്രോഗ്രാംസ് 4ാം ക്ലാസ്സിലൊക്കെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് സർക്കാർ ചെയ്യുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ക്യൂബ്. മറ്റൊന്ന് ഈ ലൈബ്രറി, തേർഡ് വൺ ഈ ലാംഗ്വേജ് ലാബ്. ഇതെല്ലാം തന്നെ ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിനായിട്ട് വികസിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതെല്ലാം വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് കൈറ്റാണ്. മറ്റൊന്ന് രാമാനുജൻ, പിന്നെ രാമാനുജൻ സംഖ്യ എന്നിവയെ പറ്റിയിട്ടുള്ളൊരു ചോദ്യമാണ്. അതിനെപ്പറ്റി ഒരു വീഡിയോയിൽ, മുൻപത്തെ വീഡിയോയിൽ വളരെ വിശദമായിട്ട് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഗണിതശാസ്ത്രജ്ഞർ, അതുപോലെ ഇന്ത്യയിലെ പ്രധാന ഗണിതശാസ്ത്രജ്ഞർ, അവരുടെ പ്രത്യേകതകൾ, ഇതിനെല്ലാം ഉപരി ലോകത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗണിതശാസ്ത്രജ്ഞർ എന്നിവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാ വീഡിയോസും നിങ്ങൾ കാണുക. കാരണം ഇതിൽ മിക്ക ചോദ്യങ്ങളും റിപ്പീറ്റഡ് ആണ്. വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മുമ്പ് കേട്ടിട്ടുള്ളവർക്ക് ഒരുപാട് എന്താ പറയുക, ബോറിങ് ആയിരിക്കും. അതുകൊണ്ടാണ് വീണ്ടും ഉത്തരങ്ങൾ പറയാത്തത്. രാമാനുജൻ സംഖ്യയെ പറ്റിയും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ ഇതിനു മുൻപുള്ള ഒരു 4 വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ഇപ്പോൾ അടുത്തായിട്ട് കേരളത്തിലെ ഗണിതശാസ്ത്രജ്ഞന്മാരെ പറ്റി വീണ്ടും ചോദിച്ചിരുന്നു. നമ്മൾ അന്ന് വീഡിയോ ഇട്ടതാണ്. അതിനുശേഷം ഇപ്പോൾ അടുത്താണ് വീണ്ടും ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുക. ദിനാചരണങ്ങൾ എന്തിനാണ് സ്കൂളുകളിൽ നടത്തുന്നത് എന്നൊരു ചോദ്യം ഇതിനെ തുടർന്ന് ചോദിച്ചിരുന്നു. തീർച്ചയായിട്ടും ദിനാചരണങ്ങൾ എന്നത് കുട്ടികൾക്ക് ഓരോ ദിനങ്ങളുടെ പ്രത്യേകതകൾ അറിയാനാണ്. അതുമാത്രമല്ല, ഓരോ ദിനങ്ങൾ ഇങ്ങനെ മനുഷ്യ സമൂഹവുമായി ബന്ധപ്പെട്ടിരുന്നു. ഓരോ ദിനങ്ങൾ എന്ന് പറയുന്നത് ഓരോ ചരിത്രം വിളിച്ചോതുന്ന കാര്യങ്ങളാണ്. ഓരോ ദിനാചരണത്തിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ടാവും. എക്സാമ്പിളായിട്ട് നമുക്ക് August 6, August 9 നമുക്ക് എടുക്കാം. ഹിരോഷിമ നാഗസാക്കി ദിനാചരണങ്ങൾ. ആ ഒരു ദിനാചരണം എന്ന് പറയുമ്പോൾ അന്ന് ബോംബിട്ട, അതായത് അമേരിക്ക ജപ്പാനിൽ ആറ്റം ബോംബ് വർഷിച്ച ഒരു കാര്യം മാത്രമല്ല, യുദ്ധം എന്നുള്ളൊരു സംഭവം മനുഷ്യരാശിക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുകൾ വരുത്തി വയ്ക്കുന്നു അല്ലെങ്കിൽ നാശം വിതയ്ക്കുന്നു എന്നതിനെ പറ്റിയിട്ട് കുട്ടികൾ അവയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഓരോ ദിനാചരണങ്ങളിലും, ഓരോ ദിനാചരണങ്ങളിലെ ഉള്ളിലേക്ക് കടന്നുള്ള എല്ലാ കഥകളും കുട്ടികൾ ഈ ദിനാചരണങ്ങൾ ആഘോഷിക്കുന്നതിലൂടെ അറിയുന്നു. അങ്ങനെ ഒരു മികച്ച ഒരു പഠന നേട്ടം കുട്ടി നേടുകയാണ്. അത് കുട്ടിക്ക് പരീക്ഷയ്ക്ക് എഴുതി ജയിക്കാനുള്ളൊരു പഠന നേട്ടം അല്ല, ജീവിതത്തിൽ വിജയിക്കാനായിട്ടുള്ളൊരു നേട്ടമാണ്. അതുകൊണ്ട് തന്നെ ദിനാചരണങ്ങൾ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തെ വരെ ഒരുപാട് സ്വാധീനിക്കും. തുടർന്ന് ഒരു കുഞ്ഞുണ്ണി കവിത ആലപിക്കാൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും മലയാളം പോലെ തന്നെ ഇംഗ്ലീഷിലും ഒരു കഥ പറയാനും ഒരു കവിത പാടാനും എല്ലാം തന്നെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ളത് ആ ഒരു ലെവലിലുള്ളത് നമ്മൾ പഠിച്ചു വയ്ക്കുക. SSKയുടെ 1ാം ക്ലാസ്സിലെ പദ്ധതികൾ ഏതെല്ലാമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. SSK നടപ്പിലാക്കുന്ന 1ാം ക്ലാസ്സിലെ പ്രധാനപ്പെട്ട 2 പദ്ധതികളാണ് ഒന്നാം തരം വായനക്കാർ എന്നതും ഉല്ലാസ ഗണിതം എന്നതും. തീർച്ചയായിട്ടും പദ്ധതികളെല്ലാം തന്നെ ഓരോ ക്ലാസ്സിലുള്ളത് അറിഞ്ഞു വയ്ക്കണം. അതുപോലെ LP ക്ലാസ്സിലുള്ള
IT റിലേറ്റഡ് ആയിട്ടുള്ള ബുക്ക് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കളിപ്പെട്ടി എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. IT ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. തീർച്ചയായിട്ടും അതും റിപ്പീറ്റഡ് ആയിട്ട് വന്ന ഒരു ചോദ്യമാണ്. തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക. മറ്റൊരു പ്രധാന ചോദ്യം എന്താണ് SCERT എന്ന അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ചുമതലകൾ എന്നിവയെ പറ്റിയിട്ടാണ്. സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന പദ്ധതി, അതാണ് SCERT എന്നത്. സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് അക്കാദമികമായിട്ടൊരു നേതൃത്വം നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഡ്യൂട്ടി. 1994 ഇത് സ്ഥാപിതമായത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചെയർമാനും പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി, വൈസ് ചെയർമാൻ ഇവരെല്ലാം ചേർന്നൊരു ബോഡിയാണ് SCERTയുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം നൽകുന്നത്. 6 വിഭാഗങ്ങളാണ് SCERTക്കുള്ളത്. പാഠ്യപദ്ധതിയും മൂല്യനിർണ്ണയവും, അധ്യാപക വിദ്യാഭ്യാസം, വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യ, കലാ കായിക തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, അനൗപചാരിക വിദ്യാഭ്യാസം, വിദ്യാഭ്യാസ ഗവേഷണം അഥവാ ഡോക്യുമെൻറ്റേഷൻ എന്നിവ. ഇതിൻ്റെ പ്രധാന ചുമതലകൾ എന്നത് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള കൈപ്പുസ്തകങ്ങൾ തയ്യാറാക്കുക, ഹാൻഡ് ബുക്ക് തയ്യാറാക്കുക, അധ്യാപകർക്കുള്ള പരിശീലന പരിപാടി സുഗമമായി സംഘടിപ്പിക്കുന്നതിനുള്ള മീറ്റിംഗ്സ്, അതായത് കോർ SRG, സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പിൻ്റെ പ്രോഗ്രാംസ് ഇതൊക്കെ സംഘടിപ്പിക്കുക. പൊതുവിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള സെമിനാറുകൾ സംഘടിപ്പിക്കുക. നൂതന പഠന തന്ത്രങ്ങൾ, പഠന സാമഗ്രികൾ തുടങ്ങിയവയിൽ ട്രൈ ഔട്ട് നടത്തുക. പൊതുവിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ചോദ്യം തീർച്ചയായിട്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വന്നിട്ടുണ്ട്. പഠിച്ചു വയ്ക്കാം. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ്. കാരണം ഇതിനു മുമ്പും ഇതിലത്തെ 1-2 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ എനിക്ക് വീഡിയോയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. പൂർണ്ണമായി കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഏവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു നല്ല ഇൻ്റർവ്യൂ ഏവർക്കും ആശംസിക്കുന്നു.